ഭരണങ്ങാനത്തെ പള്ളിയും അൽഫോൺസാമയുടെ മ്യൂസിയത്തിൻ്റെ കുറച്ച് കാഴ്ചകളും അടങ്ങുന്ന ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് വിശുദ്ധ അൽഫോൺസാമ്മ. 1910 ആഗസ്റ്റ് 10 മുട്ടത്തുപാടത്ത് ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത്തെ മകളായി വിശുദ്ധ അൽഫോൺസാമ്മ ജനിച്ചു. ഓഗസ്റ്റ് 20 മാമോദിസ സ്വീകരിച്ച അൽഫോൺസാമ്മ 1917 നവംബർ 27 കുടമാളൂർ പള്ളിയിൽ നിന്ന് ആദ്യ കുർബാന സ്വീകരിച്ചു. അന്നക്കുട്ടി എന്നറിയപ്പെട്ടിരുന്ന അൽഫോൺസ ചെറുപ്രായത്തിൽ തന്നെ പാവങ്ങളോട് അനുകമ്പ കാട്ടിയിരുന്നു. കൗമാരപ്രായത്തിലേക്ക് കടന്നപ്പോൾ വളരെ സൗന്ദര്യം നിറഞ്ഞ ഒരു പെൺകിടാവായി അന്നക്കുട്ടി മാറി. സൗന്ദര്യവും ഐശ്വര്യവും ഒത്തുചേർന്ന അന്നക്കുട്ടിയെ തങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ പല കുടുംബങ്ങളും ആഗ്രഹിച്ചു. എന്നാൽ സ്വയം യേശുവിന് സമർപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന അന്നക്കുട്ടി വിവാഹം ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ സൗന്ദര്യമാണ് മഠത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമെന്ന് മനസ്സിലാക്കി സൗന്ദര്യം കെടുത്താൻ വേണ്ടി സ്വയം തീപ്പൊള്ളലേൽപ്പിച്ചു. 1927 പെന്തക്കോസ്ത് ദിനത്തിൽ അൽഫോൺസാമ്മ ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരിസെറ്റ് സഭയിൽ അംഗമായി ചേർന്നു. മഠത്തിൽ വെച്ചുണ്ടായ രോഗബാധകളും സഹനങ്ങളും അവൾ ദൈവത്തെ പ്രതിസഹിക്കുകയും ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെക്കുകയും ചെയ്തു. 1936 ആഗസ്റ്റ് 12 അൽഫോൺസാമ്മ നിത്യവ്രത വാഗ്ദാനം നടത്തി. എങ്കിലും രോഗപീഠകൾ തുടരുക തന്നെ ചെയ്തു. 1946 ജൂലൈ 28 വിശുദ്ധയായ ആ കന്യക ഇഹലോകവാസം വെടിഞ്ഞു. 1986 ഫെബ്രുവരി 8 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ അൽഫോൺസാമ്മയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. 2007 ജൂൺ 1 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാണ് അൽഫോൺസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. ഇനിയുള്ള കാഴ്ചകൾ വിശുദ്ധ അൽഫോൺസാമ്മ മ്യൂസിയത്തിലെ കാഴ്ചകളാണ്. ഒരു വിശുദ്ധയുടെ ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുടെ കാഴ്ചകൾ.
ചിറയിൽ വളർന്ന പൂമൊട്ടേ ക്ലാരമഠത്തിൽ വിരിഞ്ഞ നറുമലരേ ഭൂമുഖമാകെ നിറഞ്ഞ സുഗന്ധം മുത്തുപോലെ മഹിമയെഴും കന്യാ കാരുണ്യത്തിൻ തണലു വിരിക്കാൻ സഹനത്തിൻ വഴി നീ കണ്ടു കർത്താവിൻ വഴി നീ കണ്ടു ആഴക്കടലിലെ മുത്തുപോലെ മഹിമയെഴും കന്യാ കാരുണ്യത്തിൻ തണലു വിരിക്കാൻ സഹനത്തിൻ വഴി നീ